2 ദിവസമായിട്ട് ISOയുടെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നത്തെയും പോലെ പാലസ്തീനിൽ നിന്നും നമ്മുടെ ഹുസാമാണ് വന്നിരുന്നത് കേട്ടോ. ഹുസാം ഒരു 11 വർഷമായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഓഡിറ്റിംഗ് ചെയ്യുന്നത് ആൾ തന്നെയാണ്. ഓഡിറ്റിംഗ് ടൈമിൽ ഉച്ചഭക്ഷണമൊക്കെ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഹുസാമിൻ്റെ താല്പര്യപ്രകാരം ഞാനും നൗഷാദും ഹുസൈനും കൂടി ഇന്ന് പോയത് അൽ അബ്രാജിലേക്കാണ് കേട്ടോ. ഒരു അടിപൊളി ഹോട്ടൽ, അത് പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന നല്ലൊരു ഹോട്ടൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം അൽ ഒസ്ര എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പണ്ട്. അപ്പോൾ കുറച്ച് നാൾക്ക് മുൻപാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ചെല്ലുന്ന കയറുമ്പോൾ തന്നെ നമ്മൾ പഴയ രീതിയിലുള്ള ഡെക്കറേഷൻസും അതുപോലെ നമുക്ക് ആ ഫ്ലോറൊക്കെ കണ്ടു കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. അകത്തളങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള അകത്തളങ്ങൾ, ഫോട്ടോസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അധികം തിരക്കുകളൊന്നുമില്ല. ഒരു നല്ല നിശബ്ദതയുള്ളൊരു സ്ഥലം. സാധാരണയായിട്ട് ബഹ്റൈനീസ് അറബികൾ ഒക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. നമ്മുടേതായിട്ടുള്ള ഫുഡുകളൊന്നും അധികം കിട്ടില്ല. കൂടുതലും അറബിക് ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ തന്നെയുണ്ട് ആ ഒരു വലിയൊരു ബിൽഡിങ്ങും എല്ലാം കൂടിയിട്ട്. ഇത് കണ്ടോ, ഒരു മിറർ നോക്കിയേ, കണ്ടാൽ തന്നെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് തോന്നൂല്ലേ. എല്ലാ വാളും എന്തെങ്കിലുമൊക്കെ ചിത്രപ്പണികൾ വെച്ചിട്ട് മനോഹരങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെറിയ ചിത്രങ്ങളായിരിക്കും, പക്ഷെ അതിൽ തന്നെ ഒരുപാട് കലാവൈദഗ്ധ്യം വിളിച്ചു തോന്നുന്ന നല്ല നല്ല ചിത്രങ്ങളാണ് കേട്ടോ. വന്നിരുന്നപ്പോൾ ഹുസാം നമ്മുടെ മെനു ഇങ്ങോട്ട് നീക്കി വെച്ചു ടാബിൽ. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള സാധനങ്ങളൊന്നും ഇല്ല. എന്തപ്പോൾ ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ച് ഹുസാമിൻ്റെ അവിടേക്ക് തന്നെ നീക്കി വെച്ചു. കാരണം ഈ നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അബദ്ധങ്ങളാവണ്ടെന്ന് വെച്ചിട്ട്. ഹുസാം എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ കേൾക്കാത്ത കുറേ പേരുകൾ കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ ടിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പേരുകൾ വെറൈറ്റി ആണെന്ന് മാത്രം, പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. മയണൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് തന്നെ അറിയാവുന്നത് കൊണ്ട് എനിക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്തത് കേട്ടോ. വൈറ്റ് റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവക്കാഡോ ജ്യൂസ്. എനിക്ക് ഷുഗറാണെന്ന് ആൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഒരു പ്രത്യേക തരം സൗഹൃദം, സ്നേഹമൊക്കെയാണ് ഇവരുടെ ക്യാരക്ടറിൽ. ഈ ഐറ്റമൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. എന്തോ ചക്കമുളിഞ്ഞും പോലൊരു സാധനം പുറത്തേക്ക് വന്നു. പിന്നെ മനസ്സിലായി അത് ചീസാന്നുള്ളത്. രണ്ടാമത് ഐറ്റം കഴിച്ചപ്പോഴേക്കും അതെങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടാണ്. കാരണം നമുക്കൊക്കെ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കഴിച്ചത്. മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നരുതല്ലോ, അത് കാരണം. ചിലപ്പോൾ നിങ്ങളൊക്കെ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ വീണ്ടും കൊണ്ടുവച്ചു. ബ്രെഡ് ഐറ്റംസ്, റൈസ്, ടിക്ക. ഇതെന്തോ ഒരു സ്പെഷ്യൽ ടിക്ക എന്തോ പേരാൾ പറഞ്ഞു. ചിക്കൻ ജാമുന്നോ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു. എനിക്കത് മനസ്സിലായ സംഭവം എന്താണെന്ന്. എന്തായാലും പേരൊന്നും ഞാൻ കണക്കെടുക്കാൻ പോയില്ല. സംഭവം ടേസ്റ്റി ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവക്കാഡോ ജ്യൂസ് കുടിച്ചപ്പോഴേക്കും വയറേതാണ്ട് ഒരുവിധം ഫുള്ളായി. ജ്യൂസിൽ ഹുസാം ഷുഗർ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇതിന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും ടേസ്റ്റി ആയിരുന്നു. കമ്പനി ചിലവാണെങ്കിലും ബില്ല് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. കാരണം കുറച്ച് പൈസ കൂടുതലാണ് അവിടെ ഫുഡ് ഐറ്റംസിന്. അപ്പോൾ ഒരു സാധാരണക്കാരന് നമ്മളവിടെ പോകാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്, നല്ല എക്കണോമിക്കലായിട്ടുള്ളത്, അവിടെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കയ്യിൽ പൈസ ഉള്ളവർ സനദിലുള്ള അൽ അബ്രാജിൽ പോയിട്ട് ഫുഡ് കഴിച്ചോളൂ. നല്ല ഫുഡാണ്.